ടു മൈ ചാനൽ ദ വ്ളോഗിംഗ് ബുക്ക് ബൈ ഹനാൻ. ഗൈസ്, നമ്മൾ ഇന്ന് കൊല്ലം കാർണിവൽ വ്ളോഗിലോട്ടാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഒരു പൂന്തോട്ടമാണ്. നല്ല ഫണ്ണിയായിരുന്നു. അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നു. ഞാനും എൻ്റെ കസിനും തോണ്ടേ പോന്നു. ഓക്കെ, ഈ അടുത്ത സെക്ഷൻ ഒരു വണ്ടികളുടെ ഓൾഡ് കണ്ടു. പണ്ടത്തെ റോയൽ വണ്ടികളൊക്കെ, റോയൽ കാർസ്, പിന്നെ വോൾക്സ്വാഗൻ്റെ ഒരു മാപ്പ്. പിന്നെ മൂന്നാമത്തെ സെക്ഷൻ കിളികളും ബേർഡ്സും കോഴികളുണ്ട്. സൂപ്പറായിരുന്നു. അതിനകത്ത് കുറച്ച് വിഷ്വൽസൊക്കെ ലെങ്തി ആവുമെന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഗൈസ്, ക്ഷമിക്കണം. ഇപ്പം കുറേ ബേർഡ്സ് ഉണ്ട്. ക്യൂട്ടി ഞാൻ തോണ്ടേ പോയി ഗൈസ്. തോന്നൻ്റെ പോയി ഗൈസ്. എൻ്റെ ഉമ്മയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെ കോഴി പോയി. ഡയമണ്ട് ഒരു പ്രാവാന്ന് തോന്നുന്നു. ലവ് ബേർഡ്സ്, പ്രാവുണ്ട് തോന്നുന്നു. പീച്ചി എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. വേറെ ലൈക്കൊക്കെ ഇഗ്വാനയാണ് ഗൈസ്. നമ്മൾ ഇഗ്വാനയാണ്. ഇഗ്വാന കുട്ടച്ചിൻ്റെ ഇത് ഗ്ലാസ് ഇട്ടാണ്. ഇത് പുറത്താണ്. എന്തുവാന്ന് മനസ്സിലായി. ഇഗ്വാന കുട്ടനാണ്. ഇതാണ് മറ്റേ സംഭവം ഫിഷിംഗ് ട്രീക്സിലെ വീട്ടിലുണ്ട്. ഞാനാണത്. മന്തിയാണ്. മറ്റേ പോക്കറ്റ് മന്തി. അതിന് എനിക്ക് കിട്ടിയില്ല. അനുവാദം കൂടാതെ തുടരുത്, വയലന്റ് ആവും. കാണാൻ പറ്റുന്നില്ല. ഇതെന്തുവാണ്? ഞങ്ങളുണ്ട് പിടിച്ചു കയറാൻ ആൾക്കാർ. വിശ്വാസമൊക്കെ അത് ഹാംസ്റ്റർ ആണ്. അത് മറ്റേ ഹാംസ്റ്റർ ഗ്ലാസ് ഒരു ഹാംസ്റ്റർ ആയിരുന്നു. അതും ഒരു ഹാംസ്റ്റർ. പേരെന്താന്ന് വെച്ചാൽ വായിക്കാൻ പറ്റില്ല. സ്വന്തം ഹാംസ്റ്റേഴ്സ് ഹാംസ്റ്റേഴ്സിന് DJ സ്പീക്കറൊക്കെ. മക്കാവ് കുട്ടനുണ്ട്. അവിടെ വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. ഇപ്പുറത്ത് തന്നെ സ്നേക്ക് ഉണ്ടായിരുന്നു. ഗ്ലാസ് പെട്ടിയിൽ അടച്ചു വെച്ചു. കളച്ചേട്ടനെ കാണുന്നത്. ഹായ് കള. പിന്നെ ഒരു ഡോങ്കിയുടെ പേരുണ്ടായിരുന്നു. ആ വണ്ടി വെക്കുന്ന സ്വന്തം കുതിര അല്ല, ശരിക്കും എനിക്ക് പോയി എന്ത് ചെയ്യാനും നോക്കിക്കോണ. വലിയ കൂട്ടിനകത്ത് ഡക്ക്
എനിക്ക് ഇതാണ് കുതിര, അതാണ് കുതിര. കുറച്ചും കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു ക്യൂട്ടാടിന്റെ പേരാണ് അപ്പു. ഡോങ്കി ഉണ്ട്, ക്യാമൽസ്, നമ്മളൊട്ടകമുണ്ട്. ഒരു തവണ ആണെങ്കിൽ എമു ഉണ്ടായിരുന്നു അതിനകത്ത്. ആ വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. എമു നടന്നുപോയി കേബിളിൻ്റെ മണ്ടയിലൊക്കെ കയറി കാഷ്ടമിട്ട് വെച്ചിട്ട്. പിന്നെ ഒരു ചെറിയ കുതിരയുണ്ട്. ചില്ലടിക്കുകയാണ് ഇതൊക്കെയാണ് വിശേഷം. ഒട്ടകം കുട്ട എന്ത് ചെയ്യാൻ, ചില്ലടിച്ചിരിക്കുന്നുണ്ട് ബേബിയൊക്കെ. അടുത്ത സെക്ഷനിലും നമ്മൾ പ്ലേസാണ്. എന്തോ സംഭവം മനസ്സിലായില്ല. വലിയ പീക്കോക്കിന്റെ ഇതിലല്ലേ കിട്ടിയില്ല. കടിക്കുമെന്ന് തോന്നുന്നു, അതായിരിക്കും ആ ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ്. ഈ വീഡിയോ എടുക്കുന്ന വെറുതെ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് പ്ലാസ്റ്റിക് സംഭവം കയറിയിരിക്കാൻ തടി കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ചില്ലടിച്ച് കിടക്കുകയാണ്. മറ്റേ കുറച്ചും കൂടെ നേരെ പോണം. നേരെ ഫിഷിംഗ് ബ്രേക്ക് കാണിച്ചാൽ കോഴിയൊക്കെ നമ്മളിങ്ങനെ ഒട്ടുവാണെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. സീനാണ് ഇപ്പോൾ. അതൊക്കെ തന്നെ പുളിമോ കേട്ടോ. എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പഠിച്ച് അപ്പോഴേ അതിനാ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് തേങ്ങയൊക്കെ കിടക്കുന്നത് സ്കൂട്ടിനകത്ത്. ഇത് നോക്കടാ, ഈ കളറൊക്കെ കുറച്ചും കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ ഗൈസ്. അപ്പം നമ്മൾ എൻട്രൻസ് കഴിഞ്ഞു. അപ്പം നമ്മൾ സിത്താരയുടെ പരിപാടി ഗൈസ്. ഞങ്ങൾ കുറേ നേരമായിട്ട് പോവാന്ന് പറഞ്ഞു. ആദ്യം കഴിഞ്ഞു കുറേ നേരം. അപ്പോൾ പുതിയ കട്ടിയിൽ കെട്ടിയതാണ് എടുക്കുന്നത്. കാരണം വീഡിയോ ലഭിക്കുകയാണ്. കട്ടിയത് കാണുന്നതാണ്. ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ കസേരയുടെ മണ്ടയിലൊക്കെ ഇരുന്നാണ് ഞാൻ ചെയ്തത് ഈ വ്ളോഗ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുത്തത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്.